ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഗെയിൻ ഒരു സൈഡ് വേസ് ഡേ ആണ്. ടോട്ടൽ സൈഡ് വേസ് ആണ് നിഫ്റ്റിക്കുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, സൈഡ് വേസ് ആണ് ദിവസം നമുക്ക് ട്രേഡുകൾ കിട്ടാതിരിക്കുക. രണ്ട് സെറ്റപ്പും ഉണ്ട്. ട്രേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇടുന്ന എല്ലാ ട്രേഡും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിലാണ് ഞാൻ ട്രേഡ് ഇടുക. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ്, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 മണിയാകുമ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു സൈഡ് വേസിൻ്റെ ഒരു ലെവല് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. സൈഡ് വേസ് ആണ്, അതൊക്കെ ഒരു 10-11 മണി ടൈം ആകുമ്പോഴേക്കും നമുക്ക് സൈഡ് വേസ് ആയിരിക്കും ഒരു തിങ്കിങ് വരും. പിന്നെ മാർക്കറ്റ് മുമ്പോട്ട് പോയി ഒരു 1:30-2 മണി ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, അതും അറിയാം, ഇത്രയും സൈഡ് വേസ്, അതായത് ബാക്കിലേക്ക് നോക്കുന്ന നേരത്തെ ഇത്രയും വലിയൊരു സൈഡ് വേസിൻ്റെ മൊമെൻറ്റം മാർക്കറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കീപ്പ് ചെയ്ത സംഭവം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കയറാനും മാർക്കറ്റിന് പറ്റും. പക്ഷേ അതിൻ്റെ ടൈം പീരീഡ് ഒരു 2 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ട്രേഡുകൾ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഞാൻ രാവിലെ തരുന്ന പ്രൈസുകളും നെക്സ്റ്റ് പ്രൈസ് തരുന്നതും അല്ലേ പറയണത്. രാവിലെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 വരെ നമ്മൾ എങ്ങനെയൊക്കെ ഞാൻ ട്രേഡുകൾ എടുക്കാൻ നോക്കാറുണ്ട്. 10:30-ക്കുള്ളിൽ മാക്സിമം ട്രേഡ് കിട്ടണം എന്നുള്ള രീതിക്ക് ഇടാറുണ്ട്. പിന്നെ നമുക്ക് പിന്നത്തെ ഒരു സെക്ഷൻ 10:30 to 1 മണി 1:30 വരെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആവശ്യങ്ങളാണ്. ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയാണ്. ഞാനത് വെറുതെ പറയണതല്ല. നിങ്ങൾ ഈ ചാർട്ടിൽ നോക്കുക, ഈ ഒരു സെക്ഷനിൽ ഇത്ര നേരം ഉണ്ടാവുള്ളൂ. അത് പെർഫോം ചെയ്യാണ്ടിരിക്കുന്ന നേരങ്ങൾ ഇത്രയും നേരമാണ്. പിന്നെയും മാർക്കറ്റ് വൈഡായിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര ക്രേസി ആയിട്ടുള്ള ബിഹേവിങ് ആണ് മാർക്കറ്റ് പിന്നെ ഉണ്ടാവുക 3:30 വരെ. അപ്പോൾ ആ ടൈമിന് ഒരു 1 മണി 1:30 വരെ ട്രേഡ് ഉണ്ടാവില്ലേ. പിന്നെ ബേസിക്കലി ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് വേസ് ആണ്. പിന്നെ ഒരു 2 മണി ചിലപ്പോൾ 2:30 ആവും ഒരു ട്രേഡ് കിട്ടില്ല എന്നല്ല പറയണേ. ട്രേഡ് കിട്ടും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ലാസ്റ്റ് മിനിറ്റിന് നിങ്ങൾ രാവിലെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് മിനിറ്റിന് നമുക്ക് കൊണ്ടുപോയി കളയേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ട്രേഡ് ഇടാത്തതിൻ്റെ കാരണങ്ങൾ അതാ. നിങ്ങൾക്ക് തന്ന പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേറെ പ്രൈസുകൾ തരാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ സൈഡ് വൈസ് ആകുമ്പോൾ നമുക്ക് ട്രേഡിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കാര്യം ക്ലിയർ ആണെന്ന് തോന്നി. അതിൻ്റേതായ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്തത്. അപ്പോൾ സൈഡ് വേസ് ആകുമ്പോൾ നമുക്കിന്നെ നോക്കിയിരിക്കേണ്ടി വരും. അത് ഒരു ട്രേഡറിൻ്റെ ഒരു കുറ്റമല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങളും ട്രേഡറാണ്, ഞാനും ട്രേഡിങ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ട്രേഡിങ് ചെയ്യണ ആൾക്കാർക്ക് അറിയാം അങ്ങ് ട്രേഡ് കിട്ടണില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വേറെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ട്രേഡ്സ് കിട്ടാത്തത്. എനിക്കറിയാം പ്രൈസുകൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ബൈ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസുകൾ ഞാൻ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കും. ഞാൻ ടൈമിന് ഞാൻ ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തേക്ക് കിടക്കാം. സൈഡ് വേസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു പോയത്. ഇത് പലരുടെയും മൈൻഡ് സെറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് തോന്നണ കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. സൈഡ് വേസ് ആകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയാണെന്ന് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ല, സെപ്പറേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 39-40+ ടൈമിനാണ് ഞാൻ എടുത്തത്. പക്ഷേ ഒരു 1 മണിക്കൂറിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മളൊരു റൂള് വെച്ചിട്ടുണ്ട് ഇവിടെ. ക്രൂഡ് ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത ശേഷം 1 മണിക്കൂർ ഹോൾഡ് ചെയ്യുക. അതാണ് ക്രൂഡ് ഓയിലിൻ്റെ റൂള്. അതിപ്പോൾ പിയിലേക്കും സിയിലേക്കും ആക്ടിവേഷൻ നടന്നാലും രണ്ടും ഓരോ ലോട്ട് വെച്ച് മേടിക്കണം. നിങ്ങൾ ഓരോ മണിക്കൂർ ഹോൾഡ് ചെയ്യണം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് വിൽക്കാം. ബേസിക്കലി ഞാൻ അങ്ങനെ ചെയ്ത്. അത് സൈഡ് വേസ് ആണ്. രാവിലത്തെ സെക്ഷനൊക്കെ സൈഡ് വേസിൽ തന്നെ പോണ കാര്യങ്ങളാണ്. പിന്നെ മൂവ്മെൻ്റ് ഉണ്ടാവും. ഈ 2 ആഴ്ചയായിട്ട് മൂവ്മെൻ്റ് ഇല്ലേ ക്രൂഡ് ഓയിലിൽ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മൂവ്മെൻ്റ് ഉള്ള ദിവസം നമുക്ക് കിട്ടും, അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ പോവും. അത്രേ ഉള്ളൂ കാര്യം. എനിക്കത് കോസ്റ്റ് എക്സിറ്റാണ്, മനസ്സിലായില്ലേ. പിന്നെ എക്സിറ്റ് ആയ ശേഷം അതൊരു 10-15-20 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്കല്ല, സ്പോട്ട്. ഇപ്പോൾ സ്ട്രൈക്കിലാണെങ്കിൽ ഒരു 10 പോയിൻ്റ് കിട്ടും ഉള്ളതൊക്കെ തന്നെയാണ്.
നമ്മൾ സർട്ടൻ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിക്കാണെങ്കിൽ ഒരു 10 മിനിറ്റാണ് ഞാൻ പറയണത്. നിഫ്റ്റി സ്ട്രൈക്ക് ട്രേഡ് ചെയ്യണ നേരത്ത് 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് സെൻസസും ബാങ്ക് നിഫ്റ്റി ഒക്കെ. ക്രൂഡ് ഓയിൽ ആകുമ്പോൾ അത് 1 മണിക്കൂറേക്ക് മറന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ BTC ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കാണാൻ പറ്റും BTC 307 മൈനസാണ്. അപ്പോൾ BTC ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം SL ഒരെണ്ണം $200-220 പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ SL ക്ലിയർ ആക്കാനുള്ള ഒരു പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ആയിട്ട് അത് പറയണില്ല. SL ഒരു $50 വരിക. നമുക്കൊരു ട്രേഡിൽ $50-60 SL വരും. അതിന് ആനുപാതികമായിട്ട് $300 പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ $200-250 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ SL ഓൾറെഡി വന്നുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകൾ ഞാൻ നോക്കേണ്ടായിരുന്നു. എല്ലാതും പറഞ്ഞു പോകേണ്ട കാര്യങ്ങളില്ല. ഇതിൽ പലതും ആക്ടിവേഷൻ നടക്കാത്തതുണ്ട്, സൈഡ് വൈസ് ആണ്. ആ ഒരു ആംഗിളിൽ നിങ്ങൾ വാച്ച് ചെയ്യാം കേട്ടോ. ബാക്കി ഇത് 25-250 P ആണ്. ഇതൊരു SLCയുടെ എൻട്രി ആണ് കേട്ടോ. അത് എനിക്കത് കോസ്റ്റ് എക്സിറ്റ് ആണ്. കോസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4-5 പോയിൻ്റ് അടിയിൽ നിന്നാണ് എടുത്തേക്കണത്. അപ്പോൾ പിന്നെ 10 മിനിറ്റിന് ശേഷം അതവിടെ തന്നെയാണ് നിൽക്കണ്ടായിരുന്നത്. അങ്ങനെ എക്സിറ്റ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ എല്ലാവർക്കും ചെയ്യാനും പറ്റും. പിന്നെ നമുക്കുണ്ടായിരുന്നത് 82,500 C ആണ്. 82,500 C ട്രേഡ് പിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതാണ് ഈ ട്രേഡിൻ്റെ ലോജിക്ക്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുത്തു കഴിഞ്ഞാൽ 2:30 വരെ ഇതിന് ഹോൾഡിംഗ് ആണ്. 30 പോയിൻ്റാണ്, 40 പോയിൻ്റാണ് സെൻസസിൽ SL വരണത്. അപ്പോൾ 40 പോയിൻ്റ് SL അടിക്കണത് 2:30-ക്കാണ്. രാവിലെ പിക്ക് ചെയ്ത ശേഷം 2:30-ക്കാണ് SLക്ക് പോവുള്ളൂ. അപ്പോൾ അത്രയും നേരം ഒരാളൊന്നും ഹോൾഡ് ചെയ്യില്ലത്. ഇതിലാകെ 40 പോയിൻ്റാണ് കിട്ടിയേക്കണത്. രാവിലെ തൊട്ടിട്ട് 2:30 വരെ 40 പോയിൻ്റാണ്. പിന്നെ ഒരു അഗ്രസീവ് മൂവ്മെൻ്റ് ആണ്. തിരിച്ച് കയറുന്ന സമയത്ത് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇത് പിന്നെയും ട്രേഡ് ആക്ടിവേഷനാണ് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയിരുന്നാലാണ് നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഈ ഒരു 50 പോയിൻ്റ് കിട്ടിയത് വളരെ ഈസി ആയിട്ടാണ്. പക്ഷെ നിങ്ങളവിടെ കാര്യമായിട്ട് അത് വാച്ച് ചെയ്യണം. എന്നാലാണ് ആ സ്ട്രൈക്ക് വാച്ച് ചെയ്താലാണ് ആ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ട്രേഡ് ഇതിൽ വരും. അത് ട്രേഡ് പിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. ഞാൻ ഒരു വട്ടം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസസ് കേട്ടോ. അത് കോസ്റ്റ് എക്സിറ്റ് ആണ്. പിന്നെ 55-100 P. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു 10 പോയിൻ്റ് SL ആണ് കേട്ടോ. ടോട്ടൽ 30 പോയിൻ്റാണ് SL. 10 മിനിറ്റിന് ശേഷം അത് 10 പോയിൻ്റ് SL ആണ് നിൽക്കണ്ടായിരുന്നത്. 10 പോയിൻ്റ് SL പറയാം. പിന്നെ ഇത് രാവിലത്തെ ട്രേഡാണ്. ഈ ട്രേഡ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. ഫുൾ ടാർഗറ്റും ആണ്. ഞാൻ രാവിലെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് C ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. C മാർക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് ഞാൻ നിഫ്റ്റിയിൽ C കൊടുത്തത്. അതുവരെ എൻ്റെ ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ Cs ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ വൺസ് ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 150 പോയിൻ്റ് ടാർഗറ്റാണ്. അതിലൊരു മാറ്റമില്ല. 150 പോയിൻ്റ് ടാർഗറ്റാണ്. ഇനിയിപ്പോൾ 573 പറഞ്ഞ ലെവൽ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ കൊടുത്ത പെയ്ഡ് രൂപ തോന്നണം കേട്ടോ. പക്ഷെ അതും നല്ല പെർഫോമൻസ് തന്നെയാണ് കേട്ടോ അതിനും. ഇപ്പോൾ അതാണെങ്കിലും അത്യാവശ്യം 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും 573 ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും 100 പോയിൻറ്റിൽ കിട്ടും. ഇനി ഫസ്റ്റ് ട്രേഡ് എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ഫുൾ ടാർഗറ്റും കിട്ടും. SLക്കൊന്നും വരാണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കണം, നല്ലത് പറ്റുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യണതിൽ ഞാൻ പറയണില്ല. നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യണതിന് കുഴപ്പമില്ല. ഫസ്റ്റ് ട്രേഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അങ്ങനത്തെ 2 ഹോൾഡിങ്ങേ ഉള്ളൂ. പിന്നെ 25-400 C ഇതൊരു 5 പോയിൻ്റ് SL എനിക്കും വന്നിട്ടുണ്ട്. 10 പോയിൻ്റാണ് SL. ബേസിക്കലി 5 പോയിൻ്റ് SL ആണ് അടിച്ചാണത്. പിന്നെ 68 ഉണ്ടായിരുന്നു. 68 അത്യാവശ്യം നല്ലൊരു റണ്ണിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ്. 68 എന്ന് പറഞ്ഞ പ്രൈസ് മോർണിംഗ് കൊടുത്തതാണ്. ഇതൊക്കെ ആക്റ്റീവ് ആവണ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ 14 പോയിൻ്റാണ് വന്നേക്കണത്. പക്ഷെ ഇത് നോക്കിയിരിക്കണം. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ട്രേഡല്ല, ടൈം എടുത്ത് കിട്ടുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. ഇത് രാവിലെ ടു വൈകിട്ട് വരെ സംഭവം റണ്ണിങ് ഇല്ല. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ചിലപ്പോൾ മിസ്സാവാം. എല്ലാവരും നോക്കിയിരിക്കണം നിർബന്ധമില്ല.
ഇപ്പോൾ റിമൈൻഡ് ചെയ്താലും നോക്കി എടുക്കണം എന്ന് നിർബന്ധമില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ട്രേഡുകൾ മാക്സിമം റൂൾസ് ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ എന്തായാലുമൊക്കെ ട്രേഡിങ് ലൈഫിലൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇന്നലെ മാർക്കറ്റ് അത്യാവശ്യം ട്രെൻഡിങ്ങിലേക്ക് വന്നതായിരുന്നു, പക്ഷെ ഇന്ന് പിന്നെയും കൺസോൾട്ടേഷനിലേക്ക് മാറിയിട്ടുണ്ട്. മാർക്കറ്റ് എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. നാളെ നല്ല ട്രേഡുകൾ കിട്ടട്ടെ, നല്ല ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ, അപ്പോൾ എല്ലാവർക്കും ട്രേഡ് എടുക്കാൻ പറ്റട്ടെ കേട്ടോ. നിഫ്റ്റി 91+100+ ഒക്കെ കളിക്കുന്നുണ്ട്. ഇന്നലെയും ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ ഇന്നലെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിഫ്റ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91+ ആണെങ്കിലും സൈഡ് വൈസ് ആണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് ട്രാപ്പാക്കിയിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഇപ്പോഴും എൻട്രി എടുക്കാൻ അറിയാത്തവരുണ്ട്. നമുക്ക് ബാക്കിയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലും ഇപ്പോഴും ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള കളികളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടാവുക. അതായത് ഇപ്പോൾ 100 to 110 ഇടയിൽ മേടിക്കുക എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാനാണ് നമുക്ക് ഇപ്പോഴും പഠിച്ചിട്ടുണ്ടാവുക. ഞാനിവിടെ അങ്ങനെയല്ല പറയണത്. ഞാൻ എക്സാക്റ്റ് 100 പറയണത്. 100 മേടിക്കാം, 101 മേടിക്കാം, 102 മേടിക്കാം. ഇതാണ് ഞാൻ പറയണത്. ആ 2 ടോക്കും വ്യത്യാസമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു 100-ൻ്റെയും 120-ൻ്റെയും ഇടയിൽ എവിടെയെങ്കിലും മേടിക്കാം എന്ന് പറയുമ്പോൾ ബസ്സിൽ എത്ര രൂപയ്ക്ക് നമുക്കൊരു പിടുത്തല്ല. ഞാൻ നേരെ തിരിച്ചാണ് പറയണത്. 100-ലാണ് ബൈ. ഇനിയിപ്പോൾ 101 മേടിച്ചാലും 102 മേടിച്ചാലും SL ഈസ് സെയിം. 10 പോയിൻ്റാണ് SL നിഫ്റ്റിക്ക്. അങ്ങനെ തന്നെയാണ് സെൻസസും ബാങ്ക് നിഫ്റ്റിയൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണവർക്ക് എനിക്ക് DM ചോദിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അത് കേട്ടാലും മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ ഞാനും ബാക്കി ട്രേഡേഴ്സും തമ്മിൽ. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് എങ്ങനെയാണ് എൻ്റർപ്രൈസ് കിട്ടണത് അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരും. അതൊക്കെ ഞാൻ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാം. വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആണെങ്കിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ അതിനു വേണ്ടി തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.